സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കുക. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ച വില്ലു. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വായിച്ചു പോയാൽ ഭൂലോകം കാണാൻ കഴിയില്ല. എന്താണ് കാണുന്നത്? അവിടെ സ്വർഗമാണ് കാണുന്നത്. ഈ ലോകത്തിലുള്ള മനുഷ്യൻ ലോകത്തെ മാത്രമാണ് കാണുന്നത്. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം, ഇവിടെ ദർശിക്കുന്നതെല്ലാം നശ്വരമാണ്. അദൃശ്യമായുള്ളതാണ് നിത്യമായുള്ളത്. ഈ ലോകത്തിൽ കാണുന്നതായ എല്ലാം ഒരു ദിവസം നമ്മിൽ നിന്ന് മറഞ്ഞു പോകും, നശിച്ചു പോകും. നിലനിൽക്കുന്നതല്ല. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതുണ്ട്. അത് നിത്യമായതാണ്. ഏതാണ് നിത്യമായവ? സ്വർഗം. ദൈവത്തിന്റെ സിംഹാസനവും നമ്മുടെ കർത്താവും കോടാനുകോടി ദൂതന്മാരും സ്വർഗത്തിലുള്ളത് ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്കത് അദൃശ്യമാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് കണ്ണുയർത്തി നോക്കുവാൻ, സിറ്റിയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മുകളിലേക്ക് കണ്ണുയർത്തി നോക്കാനുള്ള പോലും അവസരമില്ല അവർക്ക്. അഥവാ നോക്കിയാലും ഫ്ളാറ്റുകളും ബിൽഡിങ്ങുകളും മാത്രമാണ് കാണുന്നത്. ആകാശം കാണുവാൻ കഴിയില്ല. നാം ഗ്രാമത്തിൽ പോയിട്ട് മുറ്റത്ത് പാവിരിച്ചു കിടന്നാൽ മുകളിൽ നോക്കിയാൽ ആകാശം വിശാലമായതെന്ന് കാണാൻ കഴിയും. നാം ഈ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടി നോക്കുന്ന സമയത്ത് ആകാശം വളരെ ചെറുതായിട്ട് തോന്നും. ആ ഉയരത്തിലുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. വചനം പറയുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് അല്ല, ഉയരത്തിൽ ഉള്ളതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊള്ളുവീൻ. എപ്പോഴാണോ നാം ഉയരത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി അയക്കുന്നത്, ഉയരത്തിൽ വസിക്കുന്നവനായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഈ ഭൂമിയിലുള്ളതായ എല്ലാം നമുക്ക് വളരെ നിസ്സാരമായിട്ട്, ചപ്പും ചവറുമായിട്ട് തോന്നാനിടയാകും. ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് അത്രമാത്രം ആഗ്രഹം നമുക്ക് ആ സമയത്ത് ഉണ്ടാവുകയില്ല. എന്നാൽ ഇന്നുള്ളതായ മനുഷ്യർ ഈ ലോകമാണ് ശാശ്വതമെന്ന രീതിയിലാണ് ജീവിക്കുന്നത്. ഇതിലുള്ള 65 പുസ്തകങ്ങളും ചരിത്രത്തിൽ സംഭവിച്ചവയാണ്. എന്നാൽ ഈ 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന സംഭവങ്ങൾ കൂടുതലും സംഭവിക്കുവാൻ ഉള്ളതാണ്. ഇതിൽ ഒരുപാട് മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ട്. എന്നാൽ പല ദൈവദാസന്മാരും ഈ വചനത്തെക്കുറിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ വിവരിക്കുന്നതാണ് ഇന്ന് പതിവ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമായി മർമ്മങ്ങൾ വിവരിച്ച് തന്നിട്ടല്ലാതെ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ വിവരിക്കുവാൻ വേണ്ടി മുൻപോട്ട് വരില്ല. കാരണം അത് കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും പിന്നീട് കൺഫ്യൂഷനാവും. എന്നാൽ അനേകം ആളുകളും ഇന്ന് ഒരു ചെറിയ വിഷയം എടുത്തുകൊണ്ട് അതിനെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാക്കി മാറ്റിക്കൊണ്ട് പ്രസംഗം ചെയ്യാൻ വേണ്ടി മുതിരുന്നുണ്ട്. എന്നാൽ നമ്മുടെ യേശുക്രിസ്തു എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു വലിയ വിഷയത്തെ വിവരിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ഉപമ ഉപയോഗിച്ചതുകൊണ്ട് എല്ലാവർക്കും വന്നത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അത്ര ലളിതമായിരുന്നു. ചെറിയ ഉപമയുമായിട്ട് സാദൃശ്യപ്പെടുത്തി കൊച്ചുകുട്ടികൾക്ക് പോലും എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നവനാണ് നല്ല ഉപദേശകൻ. നമ്മുടെ യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ ഉപദേശകൻ.
ഇവിടെ നോക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കുള്ള ബുദ്ധി ശരിയാകില്ല. സ്വർഗത്തെക്കുറിച്ച് നാം എത്രമാത്രം വർണ്ണിച്ചാലും എത്രമാത്രം നാം വിവരിച്ചാലും ശരി, നാളെ ഒരു കാലത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ, അവിടെ ചെന്ന് നാം കണ്ണുകൊണ്ട് കാണുമ്പോൾ, ഇന്ന് നാം പറയുന്നതും അന്ന് കാണുന്നതും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇരട്ടി വ്യത്യാസം ഉള്ളതായിട്ട് നമുക്ക് അറിയുവാൻ കഴിയും. ശെബാരാജ്ഞി ശലോമന്റെ കൊട്ടാരത്തിൽ വന്ന സമയത്ത് അവിടെ കണ്ടതായ വസ്തുക്കളെ എല്ലാം കണ്ടിട്ട് ഒരുപാട് അതിശയിക്കുവാൻ ഇടയായി. അവന് ദൈവം കൊടുത്ത ജ്ഞാനത്താൽ ഉണ്ടാക്കിയ കാര്യങ്ങളെയെല്ലാം കണ്ടിട്ട് അവർ ഒരുപാട് അതിശയിക്കുവാനിടയായി. നോക്കുക, ഞാൻ കേട്ടതിന്റെ 100 ഇരട്ടി അത്ഭുതങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. എന്നാൽ ഈ കാലത്ത് എങ്ങനെയാണ്? നാം ഒരുപാട് കാര്യങ്ങൾ പറയും, എന്നാൽ അവസാനം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണുകയില്ല. ഈ സോപ്പ് തേച്ച് കുളിക്കുകയാണ് നിന്റെ ശരീരം മൃദുവായി തീരും, നിന്റെ ശരീരം വെളുക്കുവാനിടയാകും എന്ന് വലിയ വലിയ പരസ്യങ്ങൾ കേട്ടിട്ട് നാം അവസാനം അത് വാങ്ങിച്ചുപയോഗിച്ചാൽ അങ്ങനെ തന്നെ ശരീരം ഇരിക്കും, അല്ലെങ്കിൽ വേണേൽ കറുത്തു പോകാനിടയാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടാകാനിടയാകും. എന്താണ്? ഈ ലോകത്തിൽ കാണുന്നതെല്ലാം വെറുതെ ഉള്ളതായ പരസ്യങ്ങൾ മാത്രമാണ്. ഇന്നുള്ള ദൈവദാസന്മാരും അതുപോലൊക്കെ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ 10,000 ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു വരുവാനിടയായി, അത് വലിയ അനുഗ്രഹമായി മാറി എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമുണ്ടാകുന്നത്? ഒരു പ്രയോജനമില്ല. ഉള്ളതുപോലെ തന്നെ പറയണം. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാനിടയാകും. ഉണർവുകൾ നിന്നു പോകാനുള്ളതായ പ്രധാന കാരണം ഇതാണ്. ഉള്ള വിഷയത്തെ വലിച്ചു നീട്ടി പറയുന്നതായ സമയത്ത്, അതിനെക്കുറിച്ച് കള്ളം പറയുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവ് വേദനിക്കുവാനിടയാകും, ദുഃഖിക്കുവാനിടയാകും. ആത്മാവിന്റെ പ്രവർത്തികൾ നടക്കുകയില്ല. സ്വർഗത്തെക്കുറിച്ച് എത്രമാത്രം ഞാൻ വിവരിച്ചാലും എത്ര വർണ്ണിച്ചാലും അത് വളരെ കുറഞ്ഞു പോവുകയുള്ളൂ. കാരണം ഇത് ഭൂമിയെ സംബന്ധിച്ചുള്ളതല്ല. ഭൂമിയിൽ നടക്കുന്ന മീറ്റിങ്ങുകളല്ല, ഭൂമിയിൽ നടക്കുന്നതായ കാര്യങ്ങളല്ല. ഇത് കർത്താവ്, രാജാതി രാജാവ്, സർവശക്തനായ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് വേഗം വരും. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ കർത്താവ് ഒരുക്കുന്നതാണ്. ഈ കാലത്ത് 2 മാസം കൊണ്ടാണ് ബിൽഡിംഗ് പണിതുയർത്തുന്നത്. ആ കോൺക്രീറ്റ് ഉണങ്ങാൻ പോലും ഉള്ള സമയം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഭൂമി ഉരുക്കം വീഴുമ്പോൾ അത് തകർന്നു പോകുന്നത്. അതിൻ്റെയും ആവശ്യമില്ല. ചെറിയ കൊടുങ്കാറ്റടിച്ചാൽ മതി, അപ്പോൾ തന്നെ അത് വീഴുവാനിടയാകും. ഇന്ന് ജനങ്ങൾ ദുഃഖിക്കുന്നതിന്റെ കാരണം ഇതാണ്. എന്നാൽ കർത്താവ് പണിയുന്നതായ, അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ഭവനങ്ങൾ നോക്കുമ്പോൾ അത്ഭുതകരമായിരിക്കും അത്. അതുകൊണ്ട് നാം അതിനെക്കുറിച്ച് എത്രത്തോളം വിവരിച്ചാലും അതൊന്നും അതിന് മതിയാവുകയില്ല. അതിനെക്കുറിച്ച് നാം അറിയണമെങ്കിൽ നാം അവിടേക്ക് പോകണം. നമുക്ക് പോകാം. അതായത് മനുഷ്യർ ഇവിടെ തന്നെ കാണും. നമ്മുടെ മനസ്സ് എവിടേക്ക് പോകണം? നമ്മുടെ ചുറ്റുപാടുമുള്ളതായ എല്ലാ കാര്യങ്ങളും നാം അപ്പോൾ മറക്കേണ്ടതാണ്. വചനം പറയുന്നു, ഞാൻ ആത്മവിവശനായപ്പോൾ എന്താണ്? യോഹന്നാനെ ദൈവം കൊണ്ടുപോയിട്ട് സ്വർഗം കാണിച്ചു കൊടുക്കാനിടയായി. യോഹന്നാൻ ആരാണ്? കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാകുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കർത്താവ് ആ ദിവസം ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോകുന്നതിന് മുൻപായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുന്നതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന്. അവരെന്ത് ചെയ്തു? ഉറക്കം തൂങ്ങി പ്രാർത്ഥിച്ചോ? യേശുവേ എന്ന് ഉറക്കം തൂങ്ങി പ്രാർത്ഥിച്ചോ? അതുപോലും ചെയ്തില്ല. അവർ കിടന്ന് ഉറങ്ങാനിടയായി. അതുകൊണ്ടാണ് പരീക്ഷണം വന്നപ്പോൾ എല്ലാവരും ചിതറിപ്പോകുവാൻ ഇടയായി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുന്നതുവരെയും അവർ ഒളിച്ചിരിക്കുവാനിടയായി. എന്താണ്? ഈ ലോകത്ത് നാം ഇപ്പോൾ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുമ്പോൾ നാം ഒരുക്കത്തോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഉപവാസം ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നാം ആത്മവിവശതയിലേക്ക് കടന്നു പോകും. ദൈവം ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്താനിടയാകും. വെളിപ്പാട് 4:2 വാക്യം, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അവൻ സ്വർഗത്തിൽ പോയിരുന്നോ? അത് ഇവിടെ തന്നെയായിരുന്നു. എന്താണ്? അതാ സ്വർഗം തന്റെ മുൻപിൽ കാണുന്നു. ആ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് കാണുവാനിടയായി. അതുപോലെ ആ സിംഹാസനത്തിൽ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണുന്നു. ആ ഇരിക്കുന്ന വ്യക്തിയെ ശരിക്കും കാണുവാൻ കഴിയുന്നില്ല. കാരണം സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനാണ്. അതായത് സൂര്യകാന്തവും പത്മരാഗവും വജ്രങ്ങളും രത്നങ്ങളും വൈഡൂര്യങ്ങളും എല്ലാം ചേർന്ന് വെട്ടിത്തിളങ്ങുന്നതായ ആ സമയത്ത് അത് നോക്കാൻ പോലും കഴിയുന്നില്ല. ഈ നവരത്നങ്ങളുടെ കിരണങ്ങൾ പ്രകാശിക്കുന്നത് കൊണ്ട്, വെട്ടിത്തിളങ്ങുന്നത് കൊണ്ട്
ആ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിയെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുകയില്ല. ആ പ്രകാശത്തിന്റെ തീവ്രത കാരണമായിട്ട് ആ വ്യക്തിയെ കാണുവാൻ നമ്മുടെ കാഴ്ചയ്ക്ക് കഴിയുകയില്ല. എന്റെ കൺമുൻപിൽ ഒരു ലൈറ്റ് ഇരിക്കുന്ന സമയത്ത് ആ ലൈറ്റിന്റെ പ്രകാശം തീവ്രമായതിനാൽ എനിക്ക് അവിടെയുള്ള വസ്തുക്കളെ പെട്ടെന്ന് കാണുവാൻ കഴിയുകയില്ല. അതാണ് ഇവിടെയും വിവരിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ വെളിച്ചം നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് ഇരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്, അവിടെ 24 മൂപ്പന്മാരുണ്ട്. ഇവയെ നാം വ്യക്തമായിട്ട് വിവരിച്ചു പോവുകയാണെങ്കിൽ വളരെ മനോഹരമായ അത്ഭുതകരമായ ദൃശ്യം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അവർ, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. അങ്ങനെ അവർ കർത്താവിനെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. സ്വർഗത്തിൽ ചെന്നതിന് ശേഷം നമുക്ക് പ്രസംഗത്തിന്റെ ആവശ്യമില്ല, ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അവിടെ എന്താണ്? നിത്യവും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനത്തോടുകൂടി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിത്യവും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ അനുഭവമായിരിക്കും നമുക്കവിടെ ഉള്ളത്. അവനെ ആരാധിക്കുന്നതാണത്. ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകേണ്ടത് ആവശ്യമാണ്. അവിടെ യുഗങ്ങളായി തലമുറയായിട്ട് അവനെ ആരാധിച്ചുകൊണ്ട് നമുക്കവിടെ നിൽക്കണം. അവന്റെ സന്നിധിയിൽ നാം നിത്യം സ്തുതിച്ചുകൊണ്ട് ആയിരിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവം അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തോടൊപ്പം വസിക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് ദൈവം ആദാമിനെയും ഹൗവയെയും സൃഷ്ടിക്കുവാൻ ഇടയായത്. എന്നാൽ കൽപ്പന ലംഘിച്ചത് നിമിത്തമായിട്ട് മനുഷ്യനുമായിട്ട് ദൈവം അകന്നു പോകുവാൻ ഇടയാവുകയും ചെയ്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമായിട്ട് മനുഷ്യനും ദൈവവും നിരപ്പ് പ്രാപിക്കാനിടയായി. യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും അതുകൊണ്ടില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് അവന്റെ നാമത്തിൽ സകല മുഴങ്കാലുകളും മടങ്ങും. അവൻ തന്നെ കർത്താവെന്ന് എല്ലാ നാവുകളും ഏറ്റുപറയും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആരാണോ അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്, ആരാണോ അവനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത്, ആരാണോ അവനെ കർത്താവെന്ന് വിശ്വസിച്ച് ആരാധിക്കുന്നത്, അവർ മാത്രമേ ആ മഹത്വകരമായ സ്വർഗത്തിലേക്ക് കടക്കുകയുള്ളൂ. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം കാരണമാണ് മനുഷ്യരായ നാം ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാനിടയായത്. ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അവൻ വീണ്ടെടുക്കപ്പെട്ട നമ്മെ എല്ലാവരെയും ചേർക്കുന്നതിന് വേണ്ടി വാനമേഘത്തില് ഇനിയും വരുവാൻ പോകുന്ന കർത്താവാകുന്നു. അതുകൊണ്ട് അത് വിശ്വസിച്ച് നാം എപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അവന്റെ വചനത്തിൽ ആശ്രയിച്ച് വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയാണ് അവൻ വീണ്ടും വരുന്നത്. അവർക്ക് മാത്രമേ ആ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുമോ? അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാ? ഞങ്ങൾ തലകുലിക്കാൻ ഞങ്ങൾക്ക് പോകുവാൻ കഴിയുമെന്നാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പോകുമോ? അത്ര വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഒരു കൈ ഉയർത്തി പറയുക. നെഞ്ച് ശരിക്കിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് കേട്ടോ. കൈ ഉയർത്ത് കാണട്ടെ. ഒരുപാട് പേർക്ക് ഗ്യാരണ്ടി ഇല്ല. ഓ അയ്യോ, ക്രിസ്തീയ ഭക്തിയുടെ സാരാംശം എന്താണ്? സ്വർഗത്തിൽ പോകുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അയ്യോ അറിയില്ല എന്ന്. അറിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നീ വിശ്വാസിയായി ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയുവാൻ പാടില്ല. നിങ്ങൾ ചോറ് കഴിച്ചോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? അറിയില്ലെന്ന് പറയുമോ? ചോറ് കഴിച്ചോ? കഴിച്ചെങ്കിൽ കഴിച്ചെന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അല്ലാതെ അറിയില്ലെന്ന് പറയുമോ? രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന്. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ലെന്ന്. ഇനിയും അങ്ങനെ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു ഉറപ്പ് നാം നേടണം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയാൻ കഴിയണം. എങ്ങനെ അറിയാൻ കഴിയും എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു ദൈവദാസൻ ഇങ്ങനെ വഴിയരികിൽ നിന്നുകൊണ്ട് പ്രസംഗം ചെയ്യുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, നിങ്ങളുടെ പാപഭാരമെല്ലാം കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക, കർത്താവ് നിങ്ങളെ വിടുവിക്കും, നിങ്ങളുടെ ഭാരം അവൻ ചുമക്കുവാനിടയാകും എന്ന് പറഞ്ഞ സമയത്ത് അത് കേട്ട ഒരു പയ്യൻ മുൻപോട്ട് ഓടി വരുവാൻ ഇടയായി. എന്താണ് പാസ്റ്ററെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത്? കുറെ നേരമല്ല പാപം ഭാരം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇഷ്ടമുള്ളതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ചെയ്യാത്ത പാപങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഭാരവും അതിൽ തോന്നുന്നില്ല. നല്ല സുഖമായിട്ട് സന്തോഷത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത്. പാപഭാരം എത്ര കിലോയാണത്? 1 കിലോയാണോ 2 കിലോയാണോ? പറയൂ. ആ ദൈവദാസൻ പറഞ്ഞു, മകനെ, നിൽക്ക്. ഒരു മരിച്ചവന്റെ നെഞ്ചിലേക്ക് കുറെ ഭാരമെടുത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ് എത്ര ഭാരമെന്ന് ചോദിച്ചാൽ എന്തു പറയും?
അല്ലെങ്കിൽ ഒരു 100 കിലോ ഭാരം കയറ്റി വെച്ചിട്ട് എത്ര കിലോ എന്ന് ചോദിച്ചാൽ പറയുമോ? അപ്പോൾ ആ പയ്യൻ ചോദിച്ചു, എന്താണ് പാസ്റ്റർ, നിങ്ങൾക്ക് കിറുക്കാണോ? മരിച്ചവൻ എങ്ങനെ ഭാരം അറിയാൻ കഴിയും? അതാകുന്നു മോനെ, അകൃത്യത്താലും പാപത്താലും നിങ്ങൾ മരിച്ചവരായിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പാപഭാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ല. അതാണ് ദേവദാസൻ പറഞ്ഞു. പിന്നെ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ആ ഭാരം കയറ്റി വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ജീവൻ വരികയാണെങ്കിൽ എന്തു പറയുവാനിടയാകും? എന്തു പറയും? മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ നെഞ്ചത്ത് ഭാരം കയറ്റി വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ജീവൻ വരികയാണ്. അപ്പോൾ അവൻ എന്തു പറയാനിടയാകും? ഒന്നും പറയത്തില്ലേ? ആരാടാ എൻ്റെ നെഞ്ചത്ത് ഇത്രയും വലിയ ഭാരം കയറ്റി വെച്ച്, എടുത്തു മാറ്റൂ, ഞാനിപ്പോൾ ചാകും എന്ന് പറയത്തില്ലേ? അയ്യോ, അതെടുത്തു മാറ്റോ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ എന്ന് പറയും. എന്താണ്? അപ്പോൾ അവനറിയാം അതിൻ്റെ ഭാരം. ഒരു പാപി പശ്ചാത്തപിക്കുന്നതായ സമയത്ത് പാപത്തിന്റെ ഭാരം അറിയുന്നു. മദ്രാസിലായിരുന്ന സമയത്ത് ഒരുപാട് നാളായിട്ട് ഞാൻ അവിടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ റോഡ് വക്കില് അവിടെയുള്ള ആളുകളുടെ നടുവിൽ എനിക്ക് ഒരുപാട് ഉണർവ് കാണാൻ കഴിഞ്ഞു. ചില സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയത്ത് ആളുകൾ പശ്ചാത്താപത്തോടെ വീണ് കിടന്ന് കരയുമായിരുന്നു. ആയിടയ്ക്ക് ഒരു സ്ത്രീ അന്ന് നടന്ന ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുവാനിടയായി. അന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ ആ മീറ്റിംഗിൽ നടക്കുവാനിടയായി. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതായ സമയത്ത് എല്ലാ വ്യക്തികളും കണ്ണുനീരോടെ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസാന്തരപ്പെടുകയാണ്. 10 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോലും 11:30 ആരും എഴുന്നേറ്റ് പോകുന്നില്ല. എല്ലാവരും അവിടെ ഇരുന്ന് കരയുകയും ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുകയാണ്. ചിലർ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, ചിലർ അവിടെ കിടന്ന് പിടയ്ക്കുകയാണ്. കോഴി കിടന്ന് പിടയ്ക്കുന്നത് പോലെ, കോഴിയെ നമ്മളെടുത്തിട്ട് കഴുത്ത് കണ്ടിച്ചിടുകയാണെങ്കിൽ കിടന്ന് പിടയ്ക്കത്തില്ല, അതുപോലെ പിടയ്ക്കുകയാണ്. ആ സ്ത്രീ അങ്ങനെ കിടന്ന് പിടയ്ക്കുകയാണ്, നിലവിളിക്കുകയാണ്, അയ്യോ ഞാനൊരു പാപിയാണേ, ഞാൻ വ്യഭിചാരിയാണേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാരമില്ല. അവർ അതൊന്നും കേൾക്കുന്നില്ല. അവർ നിലവിളിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുകയാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, ഭർത്താവ് എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ അതൊന്നും കേൾക്കുന്നില്ല. ഞാൻ പാപിയാകുന്നു എന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ഭർത്താവ് ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ച് ഭർത്താവിനെ നോക്കുമ്പോൾ ഭർത്താവ് കരയുകയാണ്, ഞാൻ അതിനേക്കാൾ വലിയ പാപിയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാളും കരയുകയാണ്. അന്നവർ രണ്ടുപേരും 1.5 മണിക്കൂറുകളോളം കർത്താവിന്റെ സന്നിധിയിൽ വീണ് കിടന്നിട്ട് കരയുവാനിടയായി. അന്നവർ രണ്ടുപേരും സമാധാനപ്പെടുവാനിടയായി. ഇന്നവർ വളരെ അനുഗ്രഹത്തോടുകൂടി മക്കളോടൊപ്പം ജീവിക്കുന്നു. ഒരു പാപിയുടെ മാനസാന്തരം എന്ന് പറയുമ്പോൾ അതാണ്. വെറുതെ യേശുവേ ഐ എം റോങ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതല്ല. വളരെ സ്റ്റൈലായിട്ട്. എന്താണ്? ഒരു മീറ്റിംഗിൽ പാപം ഏറ്റുപറയാൻ പറഞ്ഞപ്പോൾ, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ ദേവദാസൻ ചോദിച്ചു, എന്താണ് സഹോദരി, നിങ്ങൾ ഇങ്ങനെയാണോ പാപം ഏറ്റുപറയുന്നത്? നിങ്ങൾ ചെയ്ത പാപം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റുപറയുക. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്? ഞാനാണ് പാപം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്താണ്? വെറുതെ പാപം എന്ന് പറയുന്നത് കൊണ്ടല്ല, കൽപ്പന ലംഘനമാകുന്നു പാപം. സകല ദുർനീതിയുമാണ് പാപം. ചില പാപങ്ങൾ വ്യഭിചാരം, ദുർനടപ്പ്, മോഷണം ഇവ പരസ്യമായി കാണപ്പെടുന്നു. എന്നാൽ മറ്റു ചിലവ ഈർഷ്യ, അസൂയ, ദേഷ്യം ഇവയെല്ലാം മനസ്സിനുള്ളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം പശ്ചാത്തപിക്കുമ്പോഴാണ് ദൈവം നമ്മെ വിടുവിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ സകല പാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം അവൻ നീതിമാനും വിശ്വസ്തനുമാകുന്ന ദൈവമാകുന്നു. അവൻ നമ്മെ ശുദ്ധീകരിക്കുവാനിടയാകും. ദയവ് ചെയ്ത് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പാപമാണെങ്കിലും ചെറിയ പാപമാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുക. വലിയ പാപമാണെങ്കിലും അത് പാപമാണ്, അതുപോലെ ചെറിയതാണെങ്കിലും പാപമാണ്. ബ്രദർ അങ്ങ് പോയതിനു ശേഷം അയൽപക്കത്തുള്ള ഒരാൾ വന്നിട്ട് ഇവിടെ മദ്യപിച്ച് ചീത്ത വിളിക്കുകയാണ്. അങ്ങ് ഒന്ന് ആ വ്യക്തിയോട് പറയണമെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. ഇയാൾ സംസാരിക്കുമ്പോൾ ഇയാളുടെ വായിൽ നിന്ന് ചാരായത്തിന്റെ മണമാണ് വരുന്നത്. അപ്പോൾ നിന്റെ കാര്യം എന്താണ്? അതൊന്നുമില്ല എന്ന് പറഞ്ഞു. ബ്രദർ ഞാൻ അല്പമേ മദ്യപിക്കത്തുള്ളൂ, മദ്യപിച്ചാൽ ഞാൻ പിന്നെ മിണ്ടാതെ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ സുഖമായിട്ട് വന്ന് കിടന്ന് ഉറങ്ങുകയേ ചെയ്യത്തുള്ളൂ. എന്നാൽ അയാൾ അങ്ങനെയല്ല, മദ്യപിച്ചിട്ട് റോഡിൽ കൂടെ പോയിട്ട് ബഹളവും ചീത്തയും വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇയാൾ ചെറിയ മദ്യപാനിയാണ്, അയാൾ വലിയ മദ്യപാനിയാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലിയ പാപിയും ചെറിയ പാപിയും എന്നുണ്ടോ? ചെറിയ പാപിയും വലിയ പാപിയും ഇല്ല. പാപി പാപിയാണ്. മോഷ്ടാവ് മോഷ്ടാവ് തന്നെയാണ്. 5 രൂപ മോഷ്ടിച്ചാലും 5 ലക്ഷം മോഷ്ടിച്ചാലും മോഷ്ടാവ് തന്നെ. എന്നാൽ എന്താണ് നാം ഇവിടെ ചെയ്യേണ്ടത്? നിന്റെ പാപത്തിനു വേണ്ടി നീ പശ്ചാത്തപിക്കുന്ന സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ കർത്താവ് നിന്നോട് ക്ഷമിക്കുവാൻ ഇടയാകും. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. കുറച്ച് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിച്ചു നോക്കാം. നിന്റെ ഭാവി എന്താണെന്ന് നിനക്കറിയാമോ? ഇതാ ചോദിച്ചാൽ മറുപടി പറയില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കും? അറിയാമെന്ന് വിചാരിച്ചാൽ എന്ത് വിചാരിക്കും? എന്തെങ്കിലും ഒന്ന് പറയുക. അറിയാമോ? അറിയാത്തത് കൊണ്ടാണല്ലോ ജ്യോതിഷം നോക്കാൻ പോകുന്നത്, അല്ലേ? അറിയാത്തത് കൊണ്ടാണല്ലോ പലരെയും കാണുമ്പോൾ കൈകൾ കാണിക്കുന്നത്. ക്രിസ്ത്യാനികളും അക്കൂട്ടത്തിലുണ്ടോ? കൈ കാണിക്കുന്നവരുണ്ടോ? ഉണ്ട്. ശരിയാണ്. ദൈവമക്കളായിരിക്കുന്ന നാം കൈനോട്ടക്കാരുടെ അടുക്കൽ പോകുവാൻ പാടില്ല.
മന്ത്രവാദികളുടെ അടുക്കൽ പോകുവാൻ പാടില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവർ എത്ര പേർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നുണ്ട്? ശൗലിനെ നോക്കുമ്പോൾ വെളിച്ചപ്പാടത്തിന്റെ അരികിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സന്നിധിയെ നഷ്ടപ്പെട്ട ശേഷം അവൻ അങ്ങനെ മന്ത്രവാദത്തിന് വേണ്ടി പോകാനിടയായി. നിന്റെ ഭാവി ആരുടെ കയ്യിലാണ്? ഭക്തൻ പറയുന്നു, എന്റെ കാലഗതികൾ ദൈവത്തിന്റെ പക്കലാണുള്ളതെന്ന്. എന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഭയമില്ല. എന്റെ ഭാവി ആരുടെ കയ്യിലാണുള്ളത്? ആ ദൈവത്തിന്റെ അനുവാദം കൂടാതെ എന്റെ കാലിൽ ഒരു കല്ല് പോലും തട്ടില്ല. അവൻ നമ്മെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്? കൺമണി പോലെയാണ് നമ്മെ കാക്കുന്നത്. നിന്റെ കണ്ണുകൊണ്ട് നിന്റെ കണ്ണിൽ കുത്താൻ കഴിയുമോ? നോക്ക്, ഒന്ന് പരിശ്രമിച്ചു നോക്ക്. കണ്ണിലൊന്ന് നിങ്ങൾ കുത്താൻ നോക്കൂ. സാധിക്കില്ല. പെട്ടെന്ന് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ദൈവം തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നമ്മെ കാത്തു പരിപാലിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് ഭയമാണ്. അവരുടെ ഭാവിയെക്കുറിച്ച് ഉള്ളതായ ഭയം വേട്ടയാടുന്നു. മരണഭയമാണ്, ലോകത്തെക്കുറിച്ചുള്ള ഭയമാണ്, ശത്രുക്കളെക്കുറിച്ചുള്ള ഭയം, ആക്സിഡന്റ് ആകുമോ, രോഗം വരുമോ എന്നുള്ളതായുള്ള ഭയമാണ്. എന്താണ്? ലിഫ്റ്റിൽ കയറിയാൽ പേടിയാണവർക്ക്, ഫ്ലൈറ്റിൽ കയറുവാൻ പേടിയാണവർക്ക്, ട്രെയിനിൽ കയറിയാൽ അപകടം പറ്റുമോ എന്നുള്ള ഭയമാണ്. ഒരു ഗസറ്റഡ് ഓഫീസറുണ്ട്, അദ്ദേഹത്തിന് എപ്പോഴും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഫ്രീ ആയി കിട്ടുമായിരുന്നു. എന്നാൽ ആ ക്ലാസ്സിൽ അയാൾ കയറുകയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെയിന് മുൻപിലായിരിക്കും, ഒന്നുകിൽ അത് പുറകിലായിരിക്കും. അതുകൊണ്ട് ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ ആദ്യം സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് അയാൾ മുൻപിലും കയറില്ല, പിറകിലും കയറത്തില്ല, മധ്യത്തിലുള്ള ബോഗിയിലായിരിക്കും കയറുന്നത്. എന്താണ്? ചിലർക്ക് ഭയമാണ്, ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ്. ഒരു പെൺകുട്ടി വീടിന്റെ വാതിൽക്കലിരുന്ന് കരയുകയാണ്. എന്താണ് മോളെ കരയുന്നതെന്ന് ചോദിച്ചു. അങ്കിൾ, ഞാൻ വളർന്നു വലുതാകത്തില്ലേ? അതേ വലുതാകും. എന്നെ കല്യാണം കഴിപ്പിക്കത്തില്ലേ? ആ കല്യാണം കഴിപ്പിക്കും. അപ്പോൾ ഞാൻ വീട്ടുജോലിയെല്ലാം തന്നെ ചെയ്യണ്ടേ? ആ ചെയ്യണം. അയ്യോ, എനിക്കതൊന്നും ഇപ്പൊ ചെയ്യാൻ കഴിയത്തില്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ്. എന്താണ്? ചിലർ അവർക്കുള്ളതായ പ്രശ്നങ്ങൾ കണ്ട് കരയുന്ന സമയത്ത് മറ്റു ചിലരാണെങ്കിൽ ഇല്ലാത്ത വിഷയങ്ങളെ ഓർത്തുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് കരയുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ഭയവും ഇല്ല. വേദപുസ്തകത്തിൽ 365 തവണ ഭയപ്പെടരുത് എന്നെഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ കരം പിടിച്ച് നടത്താനിടയാകും. നിങ്ങളുടെ ആകുലതകൾ എൻ്റെ മേലിട്ടുകൊള്ളുക. എല്ലാ ദിവസവും ദൈവം നമ്മളോട് അങ്ങനെ പറയുന്നുണ്ട്. പലപ്പോഴും ചിന്തിക്കും, ഈ കഷ്ടതയിൽ ആരാണ് എന്നെ സഹായിക്കുന്നത്? ഞാൻ കടഭാരത്തിലായിരിക്കുന്നു, ആരെനിക്ക് സഹായം നൽകും? കടക്കാർ വന്നെന്നെ ബുദ്ധിമുട്ടിക്കുന്നു, എന്നെ ആർ സഹായിക്കും? എലീശയുടെ അരികിലേക്ക് ഒരു വിധവയായ സ്ത്രീ ഓടി വന്നിട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ്. യജമാനാ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഭർത്താവ് മരിച്ചുപോയിരിക്കുന്നു, ഒരുപാട് കടബാധ്യതയുണ്ടായിരുന്നു, ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകുന്നു, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെക്ക് എഴുതി കൊടുത്തോ? എലീശയുടെ കയ്യിൽ അതിനൊക്കെ പണമുണ്ടായിരുന്നു. എലീശ എന്താണ് ചോദിച്ചത്? നിന്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ എന്തുണ്ടാകാനാണ്? എല്ലാം അയാൾ വിറ്റുകളഞ്ഞു. വീട്ടിലുള്ളതെല്ലാം വിറ്റുകളയാനിടയായി. മൺഭരണിയിൽ അല്പം എണ്ണയില്ലാതെ എൻ്റെ വീട്ടിൽ ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നേരെ വീട്ടിൽ ചെന്നിട്ട് അയൽപക്കത്തുള്ള വീടുകളിൽ നിന്ന് ഭരണികൾ കടം വാങ്ങിക്കൊണ്ടുവരിക. ആ പാത്രങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന എണ്ണ ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ ആ ദേശത്തുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെയും കടം വാങ്ങിയിട്ട് ആ എണ്ണ ഒഴിച്ചപ്പോൾ അതെല്ലാം നിറയുവാനിടയായി. ശേഷം അവൾ പറഞ്ഞു, യജമാന, അതുപോലെ തന്നെ ഞാൻ ചെയ്തു, എണ്ണ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് വിറ്റിട്ട് നിന്റെ കടം വീട്ടുക, ബാക്കിയുള്ളത് കൊണ്ട് ജീവിതം കഴിക്കുക. അതേ ദൈവമല്ലേ നമുക്ക് ഇന്നും ഉള്ളത്? അതേ അത്ഭുതം അവൻ ഇന്നും ചെയ്യുകയില്ലേ? ആ വിധവയുടെ വീട്ടിൽ അല്പം മാവ് മാത്രമേ ഉള്ളായിരുന്നു. അവൾ വിറക് പെറുക്കുകയാണ്. ആ ക്ഷാമകാലത്ത് ഒരു അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് അവൾക്കും മകനും മരിക്കേണ്ടതിനു വേണ്ടി. അപ്പോഴാണ് ഏലിയാവ് അങ്ങോട്ട് ചെന്നത്. ഏലിയാവ് അവിടെ ചെന്നപ്പോൾ അവൾ പറയുകയാണ്, യജമാനനെ, എൻ്റെ കയ്യിൽ അല്പം മാവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടൊരടയുണ്ടാക്കി എനിക്കും കുഞ്ഞിനും കഴിച്ചിട്ട് മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം ഒരു അടയുണ്ടാക്കിയിട്ട് എനിക്ക് തരിക, അതിനുശേഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോഴെന്താണ് ചെയ്തത്? അവർ അതുപോലെ ചെയ്ത സമയത്ത് ആ ക്ഷാമകാലം മുഴുവനും അവരുടെ ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോയില്ല, കലത്തിലെ മാവും കുറഞ്ഞു പോയില്ല. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ചെറിയ വരുമാനത്തെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ അരിപ്പാത്രത്തിലെ അരി കുറഞ്ഞു പോകാതിരിക്കുവാൻ ദൈവം സഹായിക്കും. നിന്റെ പേഴ്സിലുള്ളതായ കുറച്ചു പണം തീർന്നു പോകാതെ ദൈവം കാക്കുവാനിടയാകും. വിശ്വസിക്കുക. കർത്താവിൽ വിശ്വസിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാകും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഭയമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഭാരമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ മനുഷ്യരുടെ അടുക്കൽ പോയിട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുവാൻ ശ്രമിക്കരുത്. മനുഷ്യർക്ക് നിങ്ങളെ ഒരു രീതിയിലും സഹായിക്കാൻ കഴിയില്ല. അവർ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും വരുത്തിവെക്കുവാൻ ഇടയാകുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നെ സഹായിക്കാൻ ആരുമില്ല. അനേകരും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കാറുണ്ട്. ഒരു സമയത്ത്
മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു യൗവനക്കാരത്തി ആയ സ്ത്രീ എന്റെ അടുക്കൽ വന്ന് പറയുവാനിടയായി, ദേവദാസ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം ആകുന്നതേയുള്ളൂ. ഇപ്പോഴാണ് എന്റെ വിവാഹം നടന്നത്. ഞാനിപ്പോൾ ഗർഭവതിയായിരിക്കുകയാണ്. ഞാൻ ഡോക്ടറിന്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് വേണ്ടി ചെന്ന സമയത്ത് എനിക്ക് ഡോക്ടർ റിപ്പോർട്ട് നൽകി എന്റെ ഗർഭത്തിലുള്ളതായ കുഞ്ഞിന് എയ്ഡ്സ് ബാധിച്ചിരിക്കുന്നു എന്ന്. എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു. എന്റെ അപ്പനും അമ്മയും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്നെ സഹായിക്കുവാൻ ഇപ്പോൾ ആരുമില്ല. ഞാൻ അനാഥയെ പോലെയായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എന്നെ സഹായിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണമെന്ന് കണ്ണുനീരോടുകൂടി ആ വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് നിലവിളിക്കുവാനും കരയാനും തുടങ്ങി. എങ്ങനെ ഈ രോഗം ബാധിച്ചിരിക്കുന്നുവെന്ന് എനിക്കൊട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയുന്നില്ല. എനിക്ക് മരിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അരുത്, യേശു നിന്നെ രക്ഷിക്കും, അവൻ നിന്നെ വിടുവിക്കും, നിന്റെ പാപങ്ങളെ ക്ഷമിക്കും, നിനക്ക് നല്ലൊരു കുഞ്ഞിനെ നൽകും, അവൻ നിന്നെ വിടുവിക്കുവാനിടയാകും, അവന്റെ സാക്ഷിയായിട്ട് അവൻ നിന്നെ നിലനിർത്തും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി. ഈ കാലത്ത് എത്രയോ ആളുകളുണ്ട്, അവരുടെ സങ്കടങ്ങൾ ആരോടും പറയാതെ അവർ വിഷമിക്കുന്നുണ്ട്. മനുഷ്യരോട് പറയുവാൻ കഴിയാതെ, ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാതെ, നിരാശയോടെ ഭാരത്തോടെ കഴിയുന്ന വ്യക്തികളുണ്ട്. പലവിധമായ ചികിത്സകൾ നടത്തി തങ്ങളുടെ രോഗങ്ങൾ മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്നു. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സങ്കടത്തെ അവർ മറക്കുവാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഇന്ന് നോക്കുക, മദ്യപിക്കുന്ന ആളുകളോട് നാം ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട്, എന്തിനാണ് നിങ്ങൾ മദ്യപിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ബ്രദർ എന്ന്. എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? എന്തിനാണ് മദ്യപിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. എന്താകുന്നു നിന്റെ പ്രശ്നം? അപ്പോൾ പറയുകയാണ്, ഒരു സമാധാനവുമില്ല. ജോലിക്ക് ചെന്നാൽ അവിടെ പ്രശ്നം, വീട്ടിൽ ചെന്നാൽ അവിടെ പ്രശ്നം, കുടുംബത്തിൽ സമാധാനമില്ല, കിടന്നാൽ ഉറക്കം വരില്ല. മദ്യപിക്കുമ്പോൾ മാത്രം എനിക്ക് സുഖമായിട്ടുള്ള ഒരു അനുഭവം തോന്നും, എല്ലാം മറക്കും. അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. എനിക്കറിയാം ഇത് നല്ലതല്ല എന്ന്, എന്നാൽ എനിക്കത് ഒഴിവാക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല ബ്രദർ. എന്താണ് ചെയ്യേണ്ടത്? ഇതെനിക്കിപ്പോൾ ഒഴിവാക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ ശീലമായിരിക്കുന്നു. ഉപേക്ഷിക്കാൻ വിചാരിച്ചാലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അനേകം മദ്യപാനികളുണ്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആർക്കറിയാം? കാണുമായിരിക്കും. ഇന്ന് നിന്റെ മദ്യപാനം ഉപേക്ഷിക്കുവാൻ ദൈവം ഒരു മാർഗം കാണിച്ചു തരികയാണ്. ഈ ദിവസം നിന്റെ ജീവിതം മാറ്റുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തെ അവന്റെ മുൻപിൽ സമർപ്പിക്കാം. ഒരു വ്യക്തി പോലും നശിക്കുന്നത് ഇഷ്ടമില്ലാത്തതായ കർത്താവ് നാം എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന്, നാം എല്ലാവരും കർത്താവിന്റെ സിംഹാസനത്തിൽ അവന്റെ നിത്യ രാജ്യത്തിൽ ഇരിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കരയരുത്, കരയരുത്. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവാണ് അവൻ. നിന്റെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുന്നതായ ഒരു കർത്താവ് നിനക്കുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ച് സമാധാനം നൽകുന്നതായ ഒരു കർത്താവ് നിനക്കുണ്ട്. കരയരുത്. നിന്റെ ദുഃഖത്തിൽ നിന്നും നിന്റെ ഭാരത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു യേശു കർത്താവ് നിനക്കുണ്ട്. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വേദനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കരങ്ങളെ നീ ഇന്ന് പിടിക്കണമേ കർത്താവേ. അവരുടെ കരം പിടിക്കണമേ. ഞാൻ നിന്റെ കരം പിടിച്ച് നിന്നെ നടത്തുമെന്നുള്ളതായ വചനം അവരുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. ഈ നശ്വര ലോകത്തിൽ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, ഈ നശിച്ചതായ ലോകത്തില് നിന്റെ സാക്ഷികളായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും ജീവിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ. ഈ ലോകമോഹങ്ങളിൽ ഞങ്ങൾ വീണുപോകുന്നു. ഈ പാപ ചിന്തകളിൽ ഞങ്ങൾ വീണുപോകുന്നു. പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്നു. നിന്നിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുന്നു കർത്താവേ. ഇന്ന് നീ ഞങ്ങളുടെ കരം പിടിക്കണമേ. ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നീ ചേർത്ത് നിർത്തണമേ. എന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. നീ എന്നെ മകനായി തീർത്ത ദൈവമാണല്ലോ. രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയതാണല്ലോ. ലോകത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ വീണുപോയിരിക്കുന്നു. ലോകത്തിൽ വിശ്വസിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാ നിനക്ക് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വീണുപോയിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതാ എന്റെ ഹൃദയദൃഷ്ടി ഇന്ന് പ്രകാശിച്ചിരിക്കുകയാണ്. നീ മാത്രം മതി ഞങ്ങൾക്ക് ആശ്രയമായിട്ട്. ദാവീദ് പറഞ്ഞതുപോലെ, ഈ ലോകത്തിൽ എനിക്ക് ആശ്രയം നീ മാത്രമേ ഉള്ളൂ ദൈവമേ. ഞങ്ങളുടെ ജീവിതത്തിലും ഈ ദിവസം ആ തീരുമാനം എടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. എന്റെ യേശുവുണ്ട് എനിക്ക്, അവൻ എന്നെ വിടുവിക്കും. എന്റെ യേശു എനിക്കുണ്ട്, അവൻ എന്നോട് ക്ഷമിക്കും. എന്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനായ രക്ഷിക്കുന്ന യേശു എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇവിടെ നിന്ന് കടന്നു പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. വിതയ്ക്കപ്പെട്ടതായ ഈ വചനം അനേകരുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നതിന് വേണ്ടി നീ സഹായിക്കണമേ. അനേകരുടെ കണ്ണുനീർ തുടച്ച് ദൈവിക സമാധാനം ഹൃദയങ്ങളിൽ കൊടുക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ